ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ബുധനാഴ്ച ദിവസം 10-ാം തീയതി. അപ്പോൾ ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡ് ഇന്നത്തെ ഐറ്റം നിങ്ങൾ കാണുന്ന ഐറ്റങ്ങളെല്ലാം ഇതാ കണ്ടില്ലേ, ഒക്കെ അടിപൊളി മീനാ കണ്ടില്ലേ, വറ്റ, കോയിൽ, മോയിൽ ഒക്കെ എല്ലാ സാധനവും ഉണ്ടാവും. ഇതൊക്കെ സ്പെഷ്യൽ ഐറ്റംസാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. പിന്നെ ചെറുതുണ്ട്, അതാ ആ തലയ്ക്ക് വരെ നമ്മൾ ഈ കാണുന്ന തല വരെ മീനുണ്ടാവും. ഒക്കെ ചെറുത് വലുത്. നിങ്ങൾക്ക് എന്താ മീൻ വേണ്ടെങ്കിൽ ഓരോരോ മീനുകൾ ഓർഡർ ചെയ്യുക. വേണമെങ്കിൽ അതിൻ്റെ നമ്പർ കൂടി തരാം. ഞങ്ങൾക്ക് എന്താ വേണ്ടത് എല്ലാ മീനും വെട്ടി നേരാക്കി കൊണ്ടുപോകും. ഞങ്ങൾ പറഞ്ഞ മാര് നമ്മൾ നേരാക്കി കൊടുക്കും. കാണല്ലേ, മീനൊക്കെ വലിയ മീൻ വെച്ചാൽ ബിരിയാണി, മറ്റേ അൽഫാമിന് എന്തിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. നമ്മൾ മീൻ അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. ഓരോരോ മീന് കറക്റ്റായിട്ട് കാണാം. മീൻ ഫ്രഷാണ്, എന്താണ് ചീഞ്ഞാണ്, അത് കാണാൻ വേണ്ടി നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിരുന്നില്ല. നമ്മൾ ഓരോരോ മീൻ കച്ച് പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഫ്രഷ് ആണെങ്കിൽ നിങ്ങൾ മാത്രം കമൻസിൽ പറഞ്ഞാൽ മതി ഏതാ എങ്ങനെ. ഇതാ മത്തി, ഇതാണ് മത്തി. ചാള മത്തി ഇല്ല, നാടൻ മത്തി, നമ്മളെ പൊന്നാനി നാടൻ മത്തി. പിന്നെ അല്ലാതെ നല്ല അടിപൊളി അയില. എന്താ അയില നോക്കണേ, ഓരോരോ അയില ബാങ്ക് കൊണ്ടിട്ട് പണയം വെക്കാൻ പറ്റിയ അയിലാണ്. അയിലിൻ്റെ ചിലക്ക വരെ പോയിട്ടില്ല. തനി വെള്ള ആയി കണ്ടില്ല, ഒന്ന് ചിലക്കതാ. ഇത് കണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു അയില തന്നെ, നാടൻ അയില പറഞ്ഞ നാടൻ അയില. പിന്നെ അല്ലാതെ നല്ല കിളിമീൻ, അടിപൊളി കിളിമീൻ. എന്താ സാധനമൊക്കെ ഇങ്ങനെ നല്ല മഞ്ഞ കിളി പറഞ്ഞാൽ മഞ്ഞ കിളി, അത്ര രസമുള്ള മീനാക്കണം. കണ്ടില്ലെങ്കിൽ ഓരോരോ മീനാ പറക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ മീനായി ചീഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഉള്ളത് അടിപൊളി വത്തൽ. ഇത് വെള്ളമല്ല, അത് കറുപ്പ് വത്തലാണ്. വെള്ള പറഞ്ഞാൽ വേറെ ക്വാളിറ്റി, കറുപ്പ് പറഞ്ഞാൽ വേറെ ക്വാളിറ്റി. ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇഷ്ടം. പിന്നെ ഉള്ളത് നല്ല കൈച്ചൂറ, അടിപൊളി കൈച്ചൂറ. കൈച്ചൂറ പറഞ്ഞാൽ പെപ്സിൻ്റെ മാതിരി, ചെറിയ സൂതൻ്റെ പെപ്സി പറയാം കൈച്ചൂറ. പിന്നെ ഉള്ളത് അടിപൊളി കടൽക്കണ്ണനതാ. കടൽക്കണ്ണൊക്കെ കണ്ടില്ലേ, വലിയ കടൽക്കണ്ണൻ, ചെറിയ വേദ. എന്ത് സാധനമൊക്കെ നിങ്ങൾ ഉണ്ടാവും. ഓരോരോ മീന് 1.5 കിലോ അടുത്തുണ്ടാവും, വലിയ കണ്ണനാണ്. പിന്നെ ഒരു ഞാൻ കാണിക്കാൻ പോകുന്നത് അടിപൊളി ഒരു തലായന്. എന്താ സാധനം, ജസ്റ്റ് അപ്പുറത്തെ കാര്യങ്ങൾ കണ്ടോ, തലായനാണത്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഇതാ തലായന് ഇപ്പോൾ വരിക, അതാ കണ്ടില്ലേ. എന്താ സാധനം. തലായനൊക്കെ വെല്ലിമുങ്ങ അല്ലേ, വെല്ലിമുങ്ങൊക്കെ അറിയോ, അത് ഹിന്ദിയിലെ ഒരു വാർഡാണ്, നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെല്ലിമുങ്ങ പറഞ്ഞാൽ ഫുള്ള് തനി വെള്ള, ഒരു സ്ക്രെച്ച് വരെ ആവാത്ത ഒരു തലായനാണ്. ഇതാ തലായൻ സാധനങ്ങൾ കാണാതെ ഈ തോളിയൊക്കെ പോയിക്കൊണ്ട് സ്ക്രെച്ച് ആയിക്കൊണ്ട് അങ്ങനത്തെ തലായന നിങ്ങൾക്ക് കാണുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടെങ്കിൽ അതെന്താ കന്നി ആയില്ല പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ കന്നിൻ്റെ മാരാണ്. ഒരു ലിപ്സ്റ്റിക്കൊക്കെ തേച്ചിട്ട് സുർമായി കന്നാണ്. എന്താ സാധനം, കാലന്മാരെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും ഈ സാധനം. ഇങ്ങനെ സാധനം ഉണ്ടല്ലോ, നല്ല അടിപൊളി സാധനം. പിന്നെ ഇത് വറ്റത്തി മാന്തൽ, ഇതൊക്കെ ആൽഫാമിൻ്റെ ഒറ്റ പീസ് നല്ല സൂപ്പർ മാന്തലാണ്. കണ്ടില്ലെങ്കിൽ ഇത് ഓരോരോ മാന്തലുണ്ടല്ലോ, ചട്ടിമ എങ്ങനെ ഇട്ടിട്ട് പൊറിച്ച് തിന്നണം. പിന്നെ നല്ല അടിപൊളി ചെമ്മീൻ, കടൽ ചെമ്മീൻ. ഇതാ ചെറിയ ചെമ്മീൻ, അല്ലെങ്കിൽ കടലിൽ സാധനമാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ സാധനം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലത്ത് തിന്നാൻ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് 300 രൂപ കാണും ഈ വില. അപ്പോൾ ഈ സാധനം ഇപ്പോൾ ആകെ 1.5 കിലോ 200 അല്ലെങ്കിൽ 1 കിലോ 100 ആണെങ്കിൽ ഈ സാധനം ഇപ്പോൾ തിന്നാൻ പറ്റുള്ളൂ. ഇത് ഒറിജിനൽ കടലത്തെ ചെമ്മീനാണ്. പിന്നെ വരുന്നത് നല്ല റെഡ് സ്നാപ്പർ. ഇത് ചെമ്മീൻ്റെ അപ്പുറത്ത് ഇത് കാണുന്നത് നല്ല അടിപൊളി റെഡ് സ്നാപ്പർ പറഞ്ഞാൽ എവിടത്തെ റെഡ് സ്നാപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് നല്ല ഒറിജിനൽ ചെമ്പിലിമാരെ കാണും. ഇത് കണ്ടില്ലേ, ഇതാണ് ഒറിജിനൽ. ഈ നാട്ടിലത്തെ റെഡ് സ്നാപ്പർ എന്ന് പറയും. പക്ഷെ ഇങ്ങനെ പറയുന്നത് ചെമ്പല്ലി പറഞ്ഞാൽ ഉണ്ടിമേരി ഇല്ല, ഇതാണ് ചെമ്പല്ലി. പക്ഷെ ഇത് ചെമ്പല്ലിയാണ് ഞാൻ പറയാന്ന് വെച്ചാൽ, ഇത് ചെമ്പല്ലി ഓക്കെ. പക്ഷെ ഈ നാട്ടിലെ റെഡ് സ്നാപ്പർ പറയും ഓക്കെ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അൽഫാമിന് വേസ്റ്റ് മീനാണ്. പിന്നെ ഉള്ളത് കണ്ണാടിപ്പാറ. എന്താ സാധനമൊക്കെ, അടിപൊളി കണ്ണാടിപ്പാറ. ഈ പാറയൊക്കെ കഴിച്ചുണ്ടല്ലോ ചീമം വെക്കും ചെങ്ങന്മാരെ, കടക്കൂല രാത്രി. പെണ്ണ അധികമാവില്ല, താത്തക്ക് പൊട്ടൂല. അത്ര ടേസ്റ്റ് ഉണ്ടോ, ഭയങ്കര ചൂടുള്ള മീനാണ്, ഭയങ്കര രുചിയുള്ള മീനാണ് ഇത്. ഇത് കണ്ടില്ലേ, ഓരോരോ മീനെങ്കിൽ നേരെ അൽഫാമിടാൻ പറ്റണം. നല്ല മസാല ഒക്കെ തേച്ചിട്ട് നല്ല അടിപൊളിയൊക്കെ ഇട്ട്. പിന്നെ അല്ലത് അമ്മൂറൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള മീനാണ്. ഈ നാട്ടിലത്തെ അമ്മൂറ് പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ഞാൻ പറയാൻ, ഇത് ശരിക്കും അമ്മൂറില്ല, ഇതിൻ്റെ പേര് മധുരം പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, തൊലി കുറച്ച് കട്ടിയുണ്ടാവും, പക്ഷെ ഉള്ളിൽ മുള്ളുണ്ടാവില്ല. അൽഫാമിൻ്റെ ബെസ്റ്റാണ്. ഒരു മീനെങ്ങനെ അൽഫാം ഒരു ദിവസം അൽഫാം വെച്ച് കഴിച്ചു. പിന്നെ അത് അടിപൊളി സൗദിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മീനാണ്. അടിപൊളി സൗദി, മുള്ളുണ്ടാവില്ല. വിളമീൻ പറയാം, ശേരി പറയാം, ഓരോരോ നാട്ടിലത്തെ ഓരോരോ പേര് പറയും. പക്ഷേ എവിടെ സൗദി കോറ എന്ന് പറയും. അടിപൊളി സൗദി കോറ, ഫ്രഷ് മീനാണ്. ഓരോരോ മീൻ 1.5 കിലോ 1 കിലോ നടത്തുന്നുണ്ടാവും. പിന്നെ ഉള്ളത് അടിപൊളി കേദർ, നാടൻ കേദർ. ഈ നമ്മളെ കേരള കേദർ, ഒറിജിനൽ കേരള കേദർ, ഇതിൻ്റെ ഒരു ഡൗട്ടില്ല. ഇതൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്ന സാധനമില്ല, ഇത് കേരള. ഇപ്പോൾ ട്രോളിങ് സെറ്റ് ഒക്കെ കേരള. പിന്നെ അത് ഇതൊക്കെ കാണുന്നത് പുഴമീനാണ്. പുഴമീനെല്ലാം ചില കട്ട്ല,
എല്ലാവർക്കും ഫേവറേറ്റ് തന്നെയാണ്. കട്ട്ല പറഞ്ഞാൽ നല്ല വരിച്ചാല മീൻ നല്ല കൊണ്ടുപോകും. നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. പിന്നെ ഉള്ളത് വെള്ളച്ചൂറം പിന്നെ ഭാര്യൻ ചൂറ രണ്ട് മാറ്റമുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, എന്നാൽ കാണിച്ചു തരാം എന്നതാ. ഇത് ആണെങ്കിൽ കറുപ്പ് ചൂറ, ഇത് വെള്ളച്ചൂറ തനി വെള്ള, രണ്ട് മാറ്റമുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും തോന്നുന്നു നിങ്ങൾക്ക്. പിന്നെ ഉള്ളത് പോയമീൻ, അത് അടിപൊളി സിൽവർ ആകുലി, ഇത് നാടൻ സിൽവർ ആകുലി, എന്ത് സാധനമൊക്കെ അടിപൊളിയാണ്, അടിപൊളി. പിന്നെ ഉള്ളത് വാലപ്പോയമീൻ, ഇതൊക്കെ വാലപ്പോയമീൻ, ഇതൊക്കെ ടാമീനുകളാണ്, ടമുയി ഒക്കെ ചില ആൾക്ക് ഇഷ്ടം. പിന്നെ മീൻ, എല്ലാ മീനും വെട്ടി കൊണ്ടുപോകുക. നമ്മളെ പണിക്കാരെന്നുള്ളത് 5 ആളോ വെട്ടുന്ന ആൾക്കാർ 5 ഉണ്ട്. അപ്പോൾ എല്ലാ മീനും വെട്ടി കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടേ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു മീൻ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞവരെ വെട്ടി കൊടുക്കുക. ഒരു പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക എങ്ങനെ വേണ്ടത്. അയാൾക്ക് ഹോട്ടലിലേക്കാണ്. അപ്പോൾ നല്ല നൈസായിട്ട് ഹോട്ടൽക്കാർക്ക് മുതലാവുണ്ട്. അപ്പം അല്ലത് ഇതാ നല്ല നൈസായിട്ട് ഇതാ സഞ്ജയ് ആ പീസൊന്ന് കാണിക്കടാ. ഇതാ കണ്ടോ നിങ്ങൾ, നല്ല നൈസായിട്ട് ഹോട്ടൽക്കാർക്ക് വെട്ടാൻ പറ്റിയ മീനാണ്. ഇതാ നമ്മൾ കാക്ക വലിച്ചേരുന്നു. പാരി കളിക്കണ്ട് ചിരി, എന്താ ചേരി നോക്കുന്നത്. നമ്മൾ പുതിയ സ്റ്റാവാണ് ഇന്നലെ വന്നതിന്. അപ്പോൾ അങ്ങനെ പുതിയ ആൾക്കാർ എങ്ങനെ വരും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സംഭവം അല്ല.